ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ ഒരു ക്രോഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. റൗണ്ട് മാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ള ഒരു പാറ്റേൺ ആണ്. ക്രോഷ്യയിലെ റൗണ്ട് മാറ്റ്സ് ക്രോഷ്യ പഠിക്കുമ്പോഴേ നമ്മൾ സ്റ്റാർട്ടിങ്ങേ പഠിക്കുന്ന ഒരു ഇതാണ്. ഞാൻ കൂടുതൽ വീഡിയോകളും ബേസിക് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത് ക്രോഷ്യൻ്റെ. എൻ്റെ അടുത്ത് ബാഗ് അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ കാണിക്കാനായിട്ട് ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഈ ബേസിക്സ് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് പിന്നെ ബാക്കി ഇതുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുമല്ലോ. ബേസിക്സ് ചോദിച്ചിട്ടും എനിക്ക് ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ്. റൗണ്ട് മാറ്റ് എങ്ങനെയാണ് നല്ല നീറ്റായിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതാ ഇതുപോലെയുള്ളത് കണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എങ്ങനെ നമുക്ക് റൗണ്ട് മാറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇതാ വർദ്ധമാൻ്റെ കോട്ടൺ പ്ലസ് എന്ന് പറയുന്ന ഈ യാൺ വെച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ക്രീം യാണ് ഇതാ ഇത് വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബോർഡറിൽ കോട്ടൻ്റെ തന്നെ കനം കുറഞ്ഞ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സ്കാലപ്പ് പോലെ ഇങ്ങനെ മീൻ്റെയൊക്കെ ഷെല്ലുണ്ടല്ലോ അതുപോലെ ഇതാ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ബോർഡറുകൾ നമുക്ക് പല മാതിരി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള റൗണ്ട് നമുക്ക് പഠിച്ചാലോ. നമ്മൾ ഈ റൗണ്ട് മാറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് നീഡിലിൻ്റെ അളവ് 6 mm ആണ്. ത്രെഡ് എടുത്തിരിക്കുന്നത് 2 mm ട്വിസ്റ്റഡ് ആയിട്ടുള്ള ത്രെഡാണ് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു മാജിക് റിങ് ഇട്ടിട്ട് നമ്മൾ തുടങ്ങുക. മാജിക് റിങ് ഇടാനായിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും കാണിച്ചു തരുന്നതാണ്. മാജിക് റിങ് നമ്മളിങ്ങനെ ഇട്ടു. എന്നിട്ട് ചെയിൻ 3 1 2 3 കണ്ടോ, ചെയിൻ 3 ഇട്ടു. ഇനി നമ്മൾ ഈ റൗണ്ടിലെ 12 ഡബിൾ ക്രോഷ്യാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ ഇനി ബാക്കി 11 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരേ ലെങ്തിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 1 2 3 ഇങ്ങനെ 11 ഡബിൾ ക്രോഷ്യ. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത 3 ചെയിനും കണ്ടോ, 1 2 3 4 5. ഇനി ഇതുപോലെ 12 എണ്ണം ചെയ്യട്ടെ. ഇപ്പം നമ്മൾ 12 എണ്ണം ചെയ്തു കേട്ടോ. ഒന്ന് കൗണ്ട് ചെയ്ത് കാണിച്ചു തരാവേ. 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നടുക്കിലത്തെ ത്രെഡ് പിടിച്ചിട്ട് നമ്മൾ ഒന്ന് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമ്മൾ 1 2 മൂന്നാമത്തെ ചെയിനിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുത്തു കണ്ടോ. നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് ഇവിടെ ഒരു റൗണ്ട് കിട്ടി. ഇനി അടുത്ത ലെയർ നമ്മൾ ചെയ്യുന്നത് ഈ 12 സ്റ്റിച്ചിലും 2 എണ്ണം വീതം നമ്മൾ ചെയ്യണം. അപ്പം ആദ്യത്തേത് നമ്മൾ 1 2 3 ചെയിൻ ചെയ്തു. അതേ ഗ്യാപ്പിൽ തന്നെ നമ്മൾ ചെയ്യുക, സെയിം ഗ്യാപ്പിൽ തന്നെ കേട്ടോ. ഈ ത്രെഡ് ഫുൾ കോട്ടൺ ആണ്, ട്വിസ്റ്റഡും ആണ്. അത് കാരണം കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. പക്ഷെ നമ്മൾ നല്ല ഇതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള മാറ്റുകൾ കിട്ടും കേട്ടോ. ഇത് ആദ്യത്തെ നമ്മൾ ആ 3 ചെയിൻ ചെയ്ത അതേ ഗ്യാപ്പിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയാണ് കേട്ടോ. യാൺ ഓവർ ഇതിൻ്റെ ഇവിടെയാണ് ചെയ്യേണ്ടത് കണ്ടോ. അടുത്തതും നമ്മളിതാ കണ്ടോ. ഇതുപോലെ എല്ലാ സ്റ്റിച്ചിലും 2 2 2 2 വീതം നമുക്ക് ചെയ്തു വരാം. അടുത്തതിൽ ഇതുപോലെ തന്നെ 2 എണ്ണം. നമുക്ക് ഈ നടുക്കിലത്തെ ത്രെഡ് പിടിച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഇത് പിടിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് പിടിച്ച് നല്ല നന്നായിട്ട് ഇങ്ങനെ വലിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇതുണ്ട് ആ നടുക്കിലെ ഗ്യാപ്പ് നമുക്ക് നന്നായിട്ട് കുറഞ്ഞ് കിട്ടും. റൗണ്ടും നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇതും ഇങ്ങനെ ശരിക്കും വന്ന് വീഴും, നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് മാതിരി. ഈ ത്രെഡിൽ ചെയ്യുന്നത് കൊണ്ടാണ്, നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ത്രെഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാനായിട്ട് പറ്റും കേട്ടോ. ഇത് കുറച്ച് റഫാണ് ഈ ത്രെഡ്, ട്വിസ്റ്റഡ് ആയതുകൊണ്ട് മാറ്റൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടി നല്ലത് ഇങ്ങനത്തെ ത്രെഡുകളാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലെയുള്ള കട്ടിയുള്ള ത്രെഡുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ഫിനിഷായി കേട്ടോ. ഇതിപ്പം 22 സ്റ്റിച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു 2 സ്റ്റിച്ചും കൂടി ചെയ്യാനുണ്ട്. ഒന്ന് കൗണ്ട് ചെയ്യാം. ആദ്യം ചെയ്ത 3 ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22. ഇനി ഞാൻ എന്താണ് എപ്പോഴും ചെയ്യാന്നുള്ളത്, സാധാരണ റൗണ്ട് ചെയ്യുന്ന എല്ലാ വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ തന്നെയാണ് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്, എന്നിട്ട് ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നതാണ് സാധാരണ ചെയ്യുന്ന. ഇത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യോ, അവിടെ തന്നെ ഒരു ഡബിൾ ക്രോഷ്യോയും കൂടി ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ 3ാമത്തെ ചെയിനിലേക്ക് ഇവിടേക്ക് ജോയിൻ ചെയ്യും, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ ഞാൻ ചെയ്യുന്നത് എപ്പോഴും എനിക്ക് കുറച്ചും കൂടി ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പം ആ ഗ്യാപ്പ് എനിക്ക് കിട്ടാതെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത് ഒരുപാട് പ്രാവശ്യം. ഒരെണ്ണം അവസാനത്തെ 2 എണ്ണത്തിൽ ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും ചെയ്യും കണ്ടോ. എന്നിട്ട് ഒന്ന് ഈ ആദ്യം ചെയ്ത ആ ഗ്യാപ്പിൽ 1 2 ഈ 3ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത് കണ്ടോ. അപ്പം ഇവിടെ ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവില്ല നമുക്ക് റൗണ്ടിന് കണ്ടോ, കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടും. ഇനി അടുത്ത ലെയർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാവേ. ഇവിടെ നിന്ന് തന്നെ നമ്മളിതാ 1 2 3 ചെയിൻ ചെയ്തു. അതേ സെയിം സ്ഥലത്ത് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് 2 വീതമാണ് നമ്മൾ ചെയ്തു പോയത്. ഇനി നമ്മൾ ചെയ്യുന്നത് 1 2 1 2 അല്ലെങ്കിൽ 2 1 2 1 എന്നുള്ള പാറ്റേണിലാണ് ചെയ്തു പോകേണ്ടത്. എന്നാലേ നമുക്ക് ഇതിന്റെ ഒരു റൗണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വിരിഞ്ഞു കിടക്കുന്നത് പോലെ കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ലൂസ് കാര്യങ്ങളെല്ലാം നമ്മൾ തുടക്കം തൊട്ടേ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പൊ ഇതിലെ ഞാൻ ചെയ്തു പോകുന്ന പാറ്റേൺ 1 2 1 2 എന്നുള്ള പാറ്റേണാണ്. കാരണം എനിക്കിവിടെ ലാസ്റ്റ് എത്തുമ്പോൾ ഞാൻ 2 എണ്ണം ചെയ്യുന്നതിൽ ആ 2 എണ്ണം സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. നേരത്തെ ഞാൻ ചെയ്ത് കാണിച്ചില്ലേ, അതുപോലെ ചെയ്യാറ്. ഞാൻ കാണിച്ചു തരാവേ. ഇപ്പൊ ഞാൻ ചെയ്തു പോകുന്നത് അങ്ങനെയും ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഇവിടെ തന്നെ ഒരെണ്ണം ചെയ്തിട്ട് അടുത്തേല് അപ്പൊ ഇവിടെ 2 എണ്ണം ആവുമല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ ഒരെണ്ണം ചെയ്യാം, ഇവിടെ 2 എണ്ണം ചെയ്യാം, ഇവിടെ ഒരെണ്ണം ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യാറ്. ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 1 ഇവിടെ 2. അപ്പൊ ഇതില് ഒരെണ്ണമായി ഓൾറെഡി. അപ്പൊ ഇനി അടുത്ത സ്റ്റിച്ച് 2 എണ്ണം നമ്മൾ ഈ ഒരു ഗ്യാപ്പിലാണ് ചെയ്യേണ്ടത്. ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 1 2. ഇത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. റൗണ്ട് ചെയ്യുമ്പോൾ എനിക്കിപ്പോഴും തെറ്റാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതെപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിവിടെ 1 ഇവിടെ 2 1 2 എന്നുള്ള ടൈപ്പിലാണ് പാറ്റേൺ ചെയ്തേക്കുന്നത്. ഇത് ഇങ്ങനെ ഇവിടെ ഫുള്ള് ഇവിടെ വരെ ലാസ്റ്റത്തെ 2 എണ്ണം ബാലൻസ് ഉള്ളപ്പോൾ വരുന്നത് വരെ ഞാൻ ചെയ്തിട്ട് കാണിക്കാവേ. നമ്മളിത് എല്ലാം ചെയ്യുമ്പോഴും നമ്മൾ മുമ്പ് കറക്റ്റായിട്ടാണോ ചെയ്തേക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തോണം, കൗണ്ട് ചെയ്തോണം. ഇല്ലെങ്കിൽ നമുക്കിവിടെ ലാസ്റ്റ് എത്തുമ്പം സ്റ്റിച്ചുകളുടെ എണ്ണം കുറയോ കൂടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും.
അതുകൊണ്ടാണ് നമ്മളിവിടെ കറക്റ്റായിട്ട് ആ പാറ്റേൺ തന്നെയല്ലേ ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ 1 2 1 2 എന്നുള്ള പാറ്റേണിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ചിലത് തിരിച്ച് ചെയ്യും, അതായത് ഇവിടെ 2 1 2 1 എന്നുള്ള പാറ്റേണിലും ചെയ്യും. ഞാൻ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവസാനത്തെ 2 എണ്ണം സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഇതിലായിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ 1 2 1 2 എന്നുള്ള പാറ്റേണിൽ ചെയ്യുന്നത്. ഇതാ നമ്മുടെ 3ാമത്തെ ലെയർ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ പാറ്റേൺ 1 2 1 2 1 2 ഇങ്ങനെയുള്ള പാറ്റേൺ ആണ് ഇവിടെ വരെ നമ്മൾ ചെയ്ത്. ഇപ്പൊ 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അപ്പം നമ്മൾ ചെയ്യുമ്പം ഇത് 12, ഇത് 24, ഇത് 36 സ്റ്റിച്ചാണ് നമുക്ക് 3ാമത്തെ ഇതിൽ ഉണ്ടാവേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഇതിൽ 1. ഇനി ലാസ്റ്റ് വരുന്ന 2 എണ്ണമാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റിച്ച് ഇവിടെ ചെയ്തേക്കുന്ന എല്ലാം ഒരെണ്ണത്തിൽ തന്നെയാണ് 2 എണ്ണം ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് ഗ്യാപ്പ് കുറവ് വരാൻ വേണ്ടി ഒരു സ്റ്റിച്ച് ഇവിടെയും ഒരു സ്റ്റിച്ച് ഇവിടെയും ചെയ്യും ഞാൻ. ഒന്ന്, അടുത്തത് ഇവിടെ ചെയ്യും ഈ ഗ്യാപ്പിൽ. 2 കണ്ടോ. എന്നിട്ട് ഇതിനെ 1 2 3 മൂന്നാമത്തെ ചെയിനിലേക്ക് ജോയിൻ ചെയ്യും. കണ്ടോ, ഇത് കണ്ടോ റൗണ്ട് ആയതിപ്പം കറക്റ്റായിട്ട്. ഇനി നമ്മൾ 4ാമത്തെ റൗണ്ട് ചെയ്തെടുക്കും. 4ാമത്തെ റൗണ്ട് ചെയ്യുമ്പം എങ്ങനെയാണ്, ആദ്യത്തെ ഇത് 1 2 3 3 ചെയ്തു. ഇനി അടുത്തതിലെ ഒരെണ്ണം, അതായത് 1 1 2 1 1 2 1 1 2 അതായിരിക്കണം പാറ്റേൺ കേട്ടോ. 1 അടുത്തതിൽ ഒരെണ്ണം നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. യാൺ ഓവർ 1, അടുത്തതിൽ 2 കണ്ടോ. ഇതുപോലെ നമ്മൾ ലാസ്റ്റ് വരെ നമ്മൾ ചെയ്തു വരണം. ഇത് ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാവും കേട്ടോ. അത് നമ്മളിങ്ങനെ വലിപ്പം വെച്ച് വരുന്നതനുസരിച്ച് അത് കറക്റ്റായിട്ട് കിടന്നോളും. ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ 4ാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാവേ. ഇതാ നമ്മളുടെ 4ാമത്തെ റൗണ്ട് ഫൈനലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ ഈ ഗ്യാപ്പിൽ 1 1 2 ഇവിടെ 2 എണ്ണം കേട്ടോ. അങ്ങനെയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 1 1 ഇനി ഇതിലും ഒരെണ്ണം ഇതിലും ഒരെണ്ണം, അങ്ങനെ 2. ലാസ്റ്റ് എപ്പോഴും ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ് കേട്ടോ. എല്ലാവരും അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിൻ്റെ കറക്റ്റ് പാറ്റേണും അങ്ങനെയല്ല. ഇതിൽ തന്നെ 2 എണ്ണം ചെയ്യുന്നതാണ് കറക്റ്റ് പാറ്റേൺ. പക്ഷെ ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് കുറവ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക്. എന്നിട്ട് അതിൻ്റെ എങ്ങനെയുണ്ട്, വൃത്തിയിൽ വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. 2 കണ്ടോ. എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഇത്രയും മതി റൗണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്കിതൊരു മാറ്റായിട്ട് ഇതിൻ്റെ എഡ്ജ് കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഇടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ എത്ര റൗണ്ടിലാണ് നമുക്ക് ചെയ്യേണ്ടത് അതുവരെ നമ്മൾ ചെയ്ത് നിർത്തുക. എന്നിട്ട് ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് കാണിക്കാവേ. അപ്പം നമ്മളുടെ 4ാമത്തെ റൗണ്ട് ഇതാ 1 2 3 4 കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ജോയിൻ ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഒരു ബോർഡർ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതും നോക്കാവേ. ഈ ത്രെഡിനെ കുറച്ച് നീളത്തിലിട്ടിട്ട് നമ്മൾ ഈ നീഡിലിനെ ഇവിടെ നിന്ന് 1 2 3 മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ പുറകിൽ നിന്ന് ഇങ്ങനെ കയറ്റും. ഓക്കെ. എന്നിട്ട് ഈ ത്രെഡിനെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും. നമുക്ക് നീഡിൽ ഇത് ചെറുതാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ത്രെഡ് പിടിച്ചൊന്ന് ടൈറ്റ് ആക്കിയാൽ മതിയേ. എന്നിട്ട് ഇവിടെ ഈ ഗ്യാപ്പ് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ
നീഡിലിട്ടിട്ട് ഇതിനെ നമ്മൾ വലിച്ചെടുത്ത ലൂപ്പില് അതിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലിട്ട് ദാ ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇതിൽ ഒരു ലൂപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ ഈ വി പോലെയുള്ള സ്റ്റിച്ചിലും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ ഇതിൽ വേണ്ട സ്ലിപ്പ് സ്റ്റിച്ച് ഇത് നമ്മുടെ ഇതിൽ ത്രെഡിലുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇത് സ്കിപ്പ് ചെയ്യാം, ഇത് വേണ്ട, നമുക്ക് രണ്ടാമത്തെ ഇതിൽ തൊട്ട് ചെയ്യാം. അതായത് ഇതിന്റെ ഈ 3 ചെയിൻ ഇട്ട് ഇതിൽ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി നമ്മൾ ഇതാ ഈ 2 ഇതിൽ കൊണ്ടുപോയി നമ്മൾ കോർത്ത് ഇതാ ഇതിനെ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വി സ്റ്റിച്ച് കിട്ടും. അടുത്തതിലും നമ്മൾ ഇതുപോലെ തന്നെ ഇതാ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഇതുപോലെ ഇങ്ങനെ കട്ടിയുള്ള ഇതിന്റെ ബോർഡർ കണ്ടോ, ഇങ്ങനെ കട്ടിയുള്ള ഒരു ബോർഡർ കിട്ടും നമുക്ക്. അപ്പൊ ഇത് ഫുള്ള് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. വെറുതെ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു പോവാം. ഇവിടെ ഇട്ടത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാവേ. നമ്മുടെ 4th ലെയറിന്റെ ഇത് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ഈ ത്രെഡിനെ ഇങ്ങനെ നീട്ടിയിടും. ഈ 3ാമത്തെ ചെയിനിൽ കൂടെ നമ്മൾ നീഡിൽ ഇങ്ങനെ പുറകിൽ നിന്ന് കയറ്റും. എന്നിട്ട് ഈ ത്രെഡ് ഇതിൻ്റെ അകത്ത് ഹുക്ക് ചെയ്തിട്ട് നമ്മൾ പുറകിലോട്ട് വലിച്ചെടുക്കും. എന്നിട്ട് ആ ത്രെഡിനെ അവിടെ നമ്മൾ വീണു പോകരുത് അത്. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് നീഡിൽ കയറ്റി ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ആ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ത്രെഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ കയറ്റും. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ആ ത്രെഡിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചെടുക്കും, ലൂപ്പ് ഇട്ടിട്ട്. കണ്ടോ, എന്നിട്ട് അടുത്ത ഇത് വിട്ടിട്ട് നമ്മൾ ഈ അടുത്തതിൽ തൊട്ട് നമ്മൾ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും. ഇത് ഭയങ്കര ഈസിയാണ്, അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർഡറുകൾ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അല്ലാണ്ട് നമുക്ക് ബോർഡർ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നമ്മൾ ചുമ്മാ റൗണ്ട് ആക്കി ചെയ്താലും നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇടാനായിട്ട് പറ്റും കേട്ടോ മാറ്റ്. അപ്പൊ ഇത് അവസാനം വരെ ഞാൻ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ എങ്ങനെയാ വരുന്നതെന്ന്. ഇത് ഇനിയിപ്പം നമ്മൾ ലാസ്റ്റത്തെ 2 എണ്ണമാണ് ചെയ്യാനുള്ളത്. നമ്മളിതാ ഇവിടെ നമ്മൾ സ്ലിപ്പ് ചെയ്തു. ലാസ്റ്റത്തെ ഈ ഇതില് നമ്മളിതാ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇവിടെ വന്നിട്ടില്ല ആ ബോർഡറിൻ്റെ ഇത്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഇത് വരണം. അപ്പൊ നമ്മൾ അതിന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നില്ല. നമ്മളിവിടെ ഈ ലാസ്റ്റത്തെ ഇതും കൂടി ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങനെ ഈ ത്രെഡിനെ നമ്മൾ കട്ട് ചെയ്യും. ത്രെഡിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനെ നമ്മൾ നീഡില് കോർക്കുക, വലിയ നീഡില്. എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നതെന്നുള്ളതാട്ടോ. ഇനി ഇതിന്റെ പുറത്ത് നമുക്ക് ഈ സ്റ്റിച്ചിന് നമുക്കൊരു മുകളിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് വേണമല്ലോ. ഇതിലേ കോർത്ത് കണ്ടോ, ഇപ്പുറത്തെ ഇതിന്റെ ഉള്ളിൽ കൂടെ താഴോട്ട് ഇറക്കുക. അപ്പൊ അവിടെയും ആ സ്റ്റിച്ച് വന്നു. കണ്ടോ, എല്ലായിടത്തും ആ സ്റ്റിച്ച് വന്നു. ഇതിന്റെ ബോർഡർ ഇങ്ങനെ വരും. കണ്ടോ, കണ്ടോ, കട്ടിയുള്ള ഒരു മാറ്റായിട്ട് കിട്ടും നമുക്ക്. ഓക്കെ, കണ്ടോ. ഇനി നമുക്ക് ഈ നൂല് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് താഴോട്ടൊക്കെ നമുക്കിങ്ങനെ നീഡിൽ വെച്ചിട്ട് നമുക്ക് ഇത് സ്വീ ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നമ്മളുടെ റൗണ്ട് മാറ്റ് ഇപ്പൊ ചെയ്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ
പുറത്ത് ഞാൻ ആ ത്രെഡ് കാര്യങ്ങളെല്ലാം നീഡിൽ വെച്ച് നന്നായിട്ട് അത് പുറത്ത് ഉള്ളിക്കൂടെ എല്ലാം വിട്ട് അത് റെഡിയാക്കി എടുത്തു. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒന്ന് കുറച്ചൊന്ന് അഴയും. ഇത് അത്യാവശ്യം നല്ല വലുപ്പവും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം നമ്മുടെ കിച്ചണിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന മാതിരത്തെ ഒരു മാറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ടേബിളിന്റെ പുറത്ത് ഇടാൻ പറ്റുന്ന മാതിരി സൈസിലുള്ളതാണ്. ഇതിന്റെ അറ്റം കണ്ടോ ഇതുപോലെ കട്ടിയുള്ള ബോർഡർ ആയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ വേറെ ചെയ്തിട്ടുള്ള മാറ്റുകൾ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ റൗണ്ട് മാറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കണ്ടല്ലോ. അപ്പൊ ഇതിന്റെ എഡ്ജ് കാര്യങ്ങൾ ഇങ്ങനെ കട്ടിയിൽ ചെയ്യേണ്ട ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനും പറ്റൂ കേട്ടോ. ഇതുപോലെ വെറുതെ ആ ലാസ്റ്റത്തെ റൗണ്ട് വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാനും നമുക്ക് പറ്റും. ഇതുപോലെ അങ്ങനെ ഒത്തിരി മാറ്റുകൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 6 എണ്ണത്തിന്റെ ഒരു ഇത് കണ്ടോ, 6 എണ്ണത്തിന്റെ ഒരു ഇതാണ്. ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് വേണ്ടി ചെയ്തെടുത്തതാണ് കേട്ടോ ആ മാറ്റ്. അതല്ലാതെ നമ്മൾ സാധാരണ കോട്ടൺ ത്രെഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെറിയ ചെറിയ മാറ്റുകൾ നമുക്ക് ചെറുതല്ല വലുതും ചെയ്തെടുക്കാം കേട്ടോ, നമ്മുടെ ടേബിളിന് ആവശ്യമുള്ള സൈസ് അനുസരിച്ചിട്ട്. പക്ഷെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് വലിപ്പം വെച്ച് വരില്ല. വലിപ്പമുള്ള ത്രെഡിൽ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് വർക്ക് തീരുക. ഇത് അതിൻ്റെ അറ്റത്ത് ഞാൻ സ്കാലപ്പിംഗ് ചെയ്യുന്നത് പോലെ ഉള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതേ ത്രെഡിൽ തന്നെ ഞാൻ ഈ റൗണ്ട് വെച്ചിട്ട് ഒരു മാറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് ഇത് കണ്ടോ. ഇങ്ങനെയുള്ള ഡിസൈനുകൾ ഇതിന്റെ ബോർഡറിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലിവിങ് റൂമിൽ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് കണ്ടോ. അപ്പൊ ഇതിന്റെ ഈ എഡ്ജില് ഞാൻ ഇതുപോലെ കട്ടിയാക്കി ചെയ്തിട്ടുണ്ട്. ഇതൊരു 6 ലെയറാണ് റൗണ്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് 2 ലെയർ ബോർഡർ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ എഡ്ജ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ചെയ്തിട്ടുണ്ട്, കട്ടിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഗ്രീൻ കളർ ഞാൻ 2mm ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത്, ട്വിസ്റ്റഡ് ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആണുകളുടെ പറ്റിയിട്ടെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ 1mm ഒരു പിങ്ക് കളർ ത്രെഡ് ഞാൻ കാണിക്കുന്നുണ്ട്, ട്വിസ്റ്റഡ് ആയിട്ടുള്ളത്. അതിൽ ചെയ്തെടുത്തതാണ് ഇത് തന്നെ റൗണ്ട് മാറ്റ് കണ്ടോ. ഇത് നല്ല കറക്റ്റ് സൈസാണ്, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിടക്കുന്ന ഒരു ടൈപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല കേട്ടോ. ഇതും 2 ലെയർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും വ്യത്യാസം കണ്ടോ, സൈസ് കണ്ടോ. ഇതേ അളവ് തന്നെയാണ് ഞാൻ ഇതും ചെയ്തിരിക്കുന്നത്. പക്ഷെ ത്രെഡിന്റെ വ്യത്യാസം കൊണ്ടാണ് ഇത്രയും വലിപ്പ വ്യത്യാസം തോന്നുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് റൗണ്ട് ചെയ്തത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കമന്റ് ചെയ്യണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. ബൈ.